ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കലത്തപ്പം റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സ്പെഷ്യൽ കലത്തപ്പാണ്. ഇതിലേക്ക് പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്പെഷ്യൽ കലത്തപ്പം തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അതിനുശേഷം വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ്. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പഴം, മീഡിയം സൈസിലുള്ള നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ കൂടുതൽ നല്ലത്, അത് ചേർക്കാം. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഉരുക്കിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 3 കഷ്ണം വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചൂടോടുകൂടെ തന്നെ നമുക്ക് ഈ ബാറ്ററിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ബാറ്റർ വേണ്ടുന്നത്. അതായത് ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിരിക്കണം, അധികം കട്ടിയിൽ പാടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു പാനിലാണ് ഞാൻ കലത്തപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും തയ്യാറാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണല്ലോ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് 2-3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാളയുടെ പകുതിയോ ഇല്ലെങ്കിൽ ചെറിയ സൈസിലുള്ള സവാളയോ ചേർത്ത് കൊടുക്കാം. ശരിക്കും ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സവാളയേക്കാളും ടേസ്റ്റ് കിട്ടുക ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. അങ്ങനെ തേങ്ങാക്കൊത്തും സവാളയൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ചൂടായ പാനിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വേണം ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സവാളയും തേങ്ങാക്കൊത്തൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കലത്തപ്പം അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ. ആ ഒരു സമയത്ത് കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനുണ്ടായിരുന്നു. വീണ്ടും 5 മിനിറ്റ് വെച്ചതാണ്. അപ്പോൾ അതുപോലെ നിങ്ങളും ഒരു 10 മിനിറ്റ് ഒക്കെ ആയാലും ഒന്ന് ചെക്ക് ചെയ്തോളൂ. ആവശ്യമെങ്കിൽ വീണ്ടും 5 മിനിറ്റ് ഒക്കെ വെക്കാം. എല്ലാവരുടെയും കുക്കിംഗ് ടൈം ഒരുപോലെ ആവണമെന്നില്ല. നിങ്ങൾ എടുക്കുന്ന പാനിനനുസരിച്ചിട്ടും പിന്നെ ഫ്ലെയിമിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ എങ്ങനെയായാലും ഒരു 15 മിനിറ്റ് ഒക്കെ കൊണ്ട് നമ്മുടെ കലത്തപ്പം റെഡിയായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കലത്തപ്പത്തിൻ്റെ ചൂടാറിയാൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് കട്ട് ചെയ്യാം. എപ്പോഴും ഒരേപോലെ ആയിരിക്കുമല്ലോ കലത്തപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ഒരു പഴം കൂടെ ചേർത്ത് നോക്കൂ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പഴം ചേർക്കുമ്പോൾ നല്ല പഴുത്തിരിക്കുന്ന പഴം തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്